ഫോളോ യുവർ ഡ്രീംസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിവിടെ 2 ദിവസം താമസിച്ചു. ആ താമസിച്ച വില്ല ഞങ്ങളൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ താമസിച്ച വില്ല കേട്ടോ. എത്ര 4 റൂമുണ്ടല്ലേ? 4 റൂമുണ്ട്. നല്ല അടിപൊളി പ്ലേസ് ആണ്. നല്ല ഫുള്ള് വ്യൂ പോയിന്റ് ആണ്. ഇവിടുന്ന് താഴത്തുനിന്ന് കുറച്ച് മുകളിലേക്ക് കയറി വരാനുള്ളൂ. പക്ഷെ ഇതിന് മുകളിലുള്ളത് ഇതാ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഫുള്ള് വ്യൂ പോയിന്റ്സാണ്. ഇവിടുന്ന് ചുറ്റും വ്യൂ പോയിന്റുകളാണ്. കണ്ടോ, ഫുള്ള് മഞ്ഞൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ? ഈ ഏരിയ ഫുള്ള് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി നല്ല വ്യൂസ് ഇവിടുന്ന് കിട്ടും. റൂമിലേക്ക് പോവാം, റൂം കാണിച്ചു തരാം. ഇതാ റൂം കണ്ടില്ലേ? നല്ല വൃത്തിയുള്ള റൂമാട്ടോ. ഇപ്പം ഒരു 3-4 പേരൊക്കെ ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങാം. ഫുള്ള് 2 ഭാഗത്ത് ഇതേമാതിരിയുള്ള ഷെൽഫുകളുണ്ട് സാധനം വെക്കാൻ, ചെറിയ ചെറിയ സാധനങ്ങൾ. അതുപോലെ താഴത്തുണ്ട് ഇങ്ങനെ 3 എണ്ണം. പിന്നെ അതുപോലെ ഇപ്പോൾ ഇപ്പോൾ ഗ്രൂപ്പിലിപ്പോൾ ആൾ കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മൊബൈൽ ചാർജ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ റൂമിലുണ്ടാവും. അതിന് കണക്കായിട്ട് തന്നെ ഇവർ ഇവിടെ ഒരു പോയിൻ്റ്, അതിന് ആ മൂലയിലൊരു പോയിൻ്റ്, ആ മൂലയിലൊരു പോയിൻ്റ്, ഇവിടെ താഴത്ത് മുകളിലൊന്ന്, എല്ലായിടത്തും നല്ല കണക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ഫുള്ള് വുഡിൻ്റെ ഇതാണ് മൊത്തത്തിൽ. അതായത് ഫ്ലോറൊക്കെ ഫുള്ള് വുഡാണ്. 4 റൂം ഇതേ ക്വാളിറ്റി തന്നെയാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ടായാലും അല്ലാണ്ട് ബാച്ചിലറായിട്ടുള്ള എങ്ങനെ ആണെങ്കിലും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ഇവിടുന്ന് ചെയ്തു തരും. ഇവർക്കിത് അല്ലാണ്ട് തന്നെ ഇതിനും ലക്ഷറി ആയിട്ടുള്ള റൂമുകൾ വേറെ താഴത്ത് വേറെയുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള റൂമുകളാണ്. നമുക്കിനി ഇവരോട് ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഓക്കെ, ഇവരാണ് ഇവിടുത്തെ മുതലാളിമാർ. ഒരാൾ കോഴിക്കോടാണ്, ഒരാൾ വയനാടാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് ഇവിടുത്തെ റൂമിൻ്റെ റേറ്റും കാര്യങ്ങളും, എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പിന്നെ സ്ഥലത്തിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന്. നമ്മളെ സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ മണാലിയിൽ നിന്ന് 2 കിലോമീറ്റേഴ്സ് അവയാണ്. അടിബാട്ടമ്പിളിൻ്റെ അടുത്തായിട്ട്. അടിബാട്ടമ്പിളിൽ നിന്നൊരു 10 മിനിറ്റിൻ്റെ വാക്ക് ഉണ്ടാവും. നസോഗി വില്ലേജ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഈ വില്ലേജിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള വീടാണ് നമുക്ക്. നമ്മുടെ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റിൽ സ്റ്റാർട്ടിങ് ആണ്. ഈ സ്ഥലം മെയിനായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറൗണ്ട് മണാലി മൊത്തത്തിൽ എല്ലാ സ്ഥലവും ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യലാണ്. അപ്പോൾ ആകെ ഒരു ഓർഗാനിക് ആയിട്ട് ഒരു വില്ലേജ് ടൈപ്പ് ആയിട്ടുള്ള ആകെയുള്ള ഒരു വില്ലേജ് ഇത് മാത്രമാണ്. അത്ര കൊമേഴ്ഷ്യലും അല്ല. ആ ഒരു ഇതാണ് നമ്മളെ ഇവിടെ എടുക്കാനുള്ള. പിന്നെ ഇവിടുത്തെ വ്യൂ പോയിന്റ്സ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ബേസ് ക്യാമ്പ്, ഏറ്റവും നിയറസ്റ്റ് ബേസ് ക്യാമ്പാണ്. വൺ ഓഫ് ദ നിയറസ്റ്റ് ബേസ് ക്യാമ്പാണ് ലമാദുക് ട്രെക്കിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കി കുറേ ട്രെക്സ് നമ്മൾ അറൗണ്ട് ആയിട്ട് തന്നെ ഉണ്ട്. നേരെ അഹമ്മദാബാദ് വ്യൂ ചെയ്തിട്ടാണ് റോത്താങ് വ്യൂ ആണ്. പിന്നെ നമുക്ക് ഇവിടെ മുകളിൽ തന്നെ സൈക്ലിംഗ് ട്രെയിൽ വരുന്നുണ്ട്, ട്രെയിൽ റണ്ണിങ്ങിനുള്ള ട്രെയിൽ വരുന്നുണ്ട്. അപ്പം ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടും കുറച്ച് കണക്ഷൻ ഉള്ള ഒരു ഏരിയ കൂടെയാണ് അഡ്വഞ്ചർ സ്പോർട്സ്. ഇവിടെ വരുന്ന ആർക്കായാലും, ഫാമിലിക്കായാലും ബാച്ചിലേഴ്സിനായാലും എന്തൊക്കെ ചെയ്തു തരേണ്ട ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരും. പിന്നെ എവിടെയൊക്കെ പോകേണ്ട ഏരിയകൾ, ഓരോ ഏരിയകൾ ഏതൊക്കെ സ്ഥലത്താന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഇവർ എന്തൊക്കെ പറഞ്ഞുതരും. വരുന്നവരൊക്കെ ഹാപ്പി ആക്കി വിടുക. എല്ലാവരും മീൻസ് ഇവിടെ വരുന്നവർ തിരിച്ചിറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ട് പോവുക. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുഡിൻ്റെത് നമ്മൾ ഫുഡ് എക്സ്ട്രാ പേയ്മെന്റ് ആണ്. കാരണം ഫുഡ് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നല്ല ട്രഡീഷണൽ ലോക്കൽ പഹാഡി ഫുഡ് കൊടുക്കാൻ പറ്റുക. ഓൾറെഡി ഫാമിലി ഉള്ളതിനെ കൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും പാടിയും കൂടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഇവിടുന്ന് ഒരു ട്രിപ്പ് പോവാണ്. ആ സ്ഥലത്തിന് ഫസ്റ്റത്തെ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ലപ്പാസിലേക്കാണ് പോണത്. അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവർ പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. ഓക്കെ, നമ്മളങ്ങനെ നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്.
അതിനു മുമ്പായിട്ട് ചെറിയൊരു പണിയുണ്ട്. വണ്ടിയിലെ ഓയിലൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഓയിൽ ഒഴിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയും ദൂരമൊക്കെ ഓടിയെത്തിയതല്ലേ, അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ഒഴിക്കണത് നല്ലതാണ്. പുതിയ ഓയിൽ ഒഴിച്ച് നല്ല കുട്ടപ്പനായിട്ടൊന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ എന്നാലും നമുക്ക് അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ആയിക്കോളാം. ഓയിൽ ചേഞ്ചാണ് അൻസാർക്ക് അതിനെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഓയിൽ മാറ്റണം. സിന്തറ്റിക് അല്ല, ഇങ്ങനെ നമ്മളെ വണ്ടിയിലേക്ക് സിന്തറ്റിക്കിൻ്റെ ഓയിൽ പുതിയത് കയറിയോണ്ടൊക്കെയാണ്. നമ്മളെ ബൈക്കൊക്കെ റെഡിയായി, ഓയിലൊക്കെ മാറ്റി ഒക്കെ ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് യാത്ര പോകണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ മണികരയിലേക്ക് പോണ റൂട്ടാണ്. അതുപോലെ തന്നെ മണികരയിൽ നമ്മൾ ലപ്പാസ് വില്ലേജ് കയറണം. പക്ഷെ പോണ പോക്കിയുള്ള ചെറിയ ചെറിയ ഫ്രൂട്ട്സ് കടകൾ എന്ത് രസമാണെന്ന് അറിയാം കാണാം. എല്ലാ സാധനങ്ങളും ഉണ്ട്. ആപ്പിള്, അതേമാതിരി ഓറഞ്ച്, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. ഗ്രീൻ ആപ്പിള്, വെറൈറ്റി സാധനങ്ങളാണ്. ഫുള്ള് വെറൈറ്റി സാധനങ്ങളാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്താ രസമല്ലേ, ഒരു ഏരിയ തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ അല്ലേ അൻസാർക്ക. നല്ല ഭംഗിയിൽ വെച്ച് സാധനങ്ങളാണ്. അങ്ങനെ നമ്മൾ മണികരയിലെത്തി. മണികരത്തെ സ്ഥലങ്ങളൊക്കെയാണ്. എന്ത് രസമാണ് ഇവിടെ കാണാൻ. ഇവിടുന്ന് കുറച്ച് പോവാണ്ട്, നമുക്ക് ഇനി നടന്ന് കയറാനുള്ളതാ. ഹൈ റേഞ്ച് നമ്മളിപ്പോൾ ഉള്ളത് ലപ്പാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ലപ്പാസ് വില്ലേജ് അല്ലേ? ലപ്പാസ് വില്ലേജ് ആണ്. ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. ഇന്നലെ ഇവിടുന്ന് കയറുമ്പം തന്നെ 6 മണിൻ്റെ മേലെ അയക്കണ്. 3 മണിക്കൂറിന് മേലാണ് ഇങ്ങോട്ടേക്കുള്ള റണ്ണിങ്. ഇന്ന് വരെ ആരും വരാത്ത സ്ഥലത്തേക്കാണ് നമ്മളിന്ന് ഇവിടെ എത്തിയത്. അത്രയും ഹൈ റേഞ്ചിലാണ് ഉള്ളത്. നിങ്ങൾക്ക് നമ്മൾ ഇവിടുത്തെ വീഡിയോസ് ഒന്ന് കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ ഇവിടെ.
ഇതിൻ്റെ മുകളിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ് കേട്ടോ. അമ്മാതിരി വ്യൂ ആണ്. ഇതിൻ്റെ മുകളിൽ കയറണം തന്നെ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. അങ്ങനത്തെ ഒരു പ്ലേസാണ്. കാരണം മുകളിലൊക്കെ മഞ്ഞ് നിൽക്കണണ്ടില്ലേ, ഫുള്ള് മഞ്ഞാണ് ഇവിടെ. ഇവിടുന്ന് ഒരു 2 മണിക്കൂറും കൂടി ഇതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ 2 മണിക്കൂറും കൂടി മുകളിൽ കയറി കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ വ്യൂസ് കിട്ടും. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ബാച്ചിലറൊക്കെ ആയിട്ട് അങ്ങനെ വരുമ്പോഴുണ്ടല്ലോ, ഒരു 10 പേർക്ക് താമസിക്കാനുള്ള സൗകര്യത ഇതിലുണ്ട്. ഇത് കാണുന്ന മാതിരിയല്ല, ഉള്ളിലെല്ലാ സൗകര്യങ്ങളുണ്ട്. ഒരു പ്രശ്നമില്ല. ഒരു ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ ഇവരെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്പറൊക്കെ ഞാൻ നിങ്ങൾക്ക് താഴത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ താഴെ കാണുന്നതാണ് ഒരു വില്ലേജ്. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ലപ്പാസ് വില്ലേജ് എന്ന് പറയും. ഇതാ താഴെ കാണുന്നുണ്ടോ, അതാണ് ലപ്പാസ് വില്ലേജ്. അവിടെ അതുപോലെ ഒരു ടെമ്പിളും ഉണ്ട്. ഇനിയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ. ആ താഴത്തുള്ള സ്ഥലത്തിൻ്റെ പേര് തന്നെ മണികരനല്ലേ? മണികരയിൽ നിന്ന് 1 കിലോമീറ്റർ മുകളിലേക്ക് വന്നിട്ട് ബൈക്ക് താഴത്ത് വെക്കണം. അവിടുന്ന് മുകളിലേക്ക് 3 മണിക്കൂർ മുകളിലേക്ക് നടന്നാലാണ് ഈ ലപ്പാസ് വില്ലേജിൻ്റെ ടോപ്പിലേക്ക് എത്താം. ഓക്കെ. അപ്പോൾ ഇനി താഴോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ നോക്കി കാണാം. ഓക്കെ. നമ്മൾ ഇന്നലെ രാത്രി വന്ന വഴികളാട്ടോ ഇത്. അത്രയും ഡേഞ്ചറായിട്ടുള്ള വഴികളാണ്. ഇങ്ങനത്തെ വഴിക്കാണ് നമ്മൾ ഇന്നലെ രാത്രി മുകളിലേക്ക് എത്തിയത്. ഇതുപോലെ ഇങ്ങനെ കയറി പോകണം വഴിയിലേക്ക്. പക്ഷേ ഇത്രയും റിസ്ക് എടുത്ത് ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടും. ഇന്നേ വരെ ഇവിടെ ആരും വന്നിട്ടില്ല. കാരണം ഇത് ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫിൽ നമ്മളിങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഇവരെ ഡീറ്റെയിലൊക്കെ ഞങ്ങൾ തരുന്നുണ്ട്. ഇങ്ങ് വന്നാൽ ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർ ഇവിടേക്ക് വന്നാൽ എന്തായാലും മുതലാവും. അജാതി വ്യൂ ആണ് ഇവിടെ. ഇത് കണ്ടോ, മഞ്ഞും ഇതൊക്കെ ആയിട്ട് അത്ര അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണത്. നമ്മൾ താമസിച്ച റൂമാണ് ആ മുകളിൽ കാണുന്നത്. നല്ല രസമുള്ള റൂമാണത്. സൂം ചെയ്തേരം കണ്ടോ. ഇവിടുത്തെ സ്ഥലത്തിനെ പറ്റി പറയാന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇവിടുന്ന് രാവിലെ നേരത്തെ അങ്ങോട്ട് നിങ്ങൾ കുറച്ചൊക്കെ ഒരു 6 മണിക്ക് മുകളിലേക്ക് കയറാം. എന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുക. പിറ്റേന്നുള്ള സൺറൈസും സൺസെറ്റും എല്ലാം കണ്ട് ഇറങ്ങിയാണ്ടല്ലോ ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇവിടെ വേറെ ഒരു ഐറ്റംസ് ഉണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒറ്റ മിനിറ്റ്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ സമ്മതിക്കണം. കാരണം ഈ 40 വയസ്സുള്ള ഞാൻ ഇതിൻ്റെ മുകളിലെത്തി 3 മണിക്കൂർ കൊണ്ടിട്ട്. പക്ഷെ ഇവിടെയുള്ള ഈ 60 വയസ്സ് 50 വയസ്സ് 60 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരൊക്കെ എത്ര പെട്ടെന്നാണെന്ന് പറയാം മുകളിലേക്ക് എത്തുന്നത്. ഇപ്പം നമുക്കിവിടെ ഫുഡ് ഉണ്ടാക്കി തന്ന ആൾക്ക് തന്നെ എന്നെക്കാട്ടി നല്ല വയസ്സുള്ള ആളാണ്. മൂപ്പരോട് ചോദിച്ചപ്പോൾ മൂപ്പര് അറിയാണ് 3/4 മണിക്കൂർ അങ്ങോട്ടേക്ക് പോകാൻ. താഴോട്ടേക്ക് ഇറങ്ങാൻ 20 മിനിറ്റും. എന്തായാലും എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം താഴോട്ടേക്ക്. പിന്നെ ഞങ്ങൾ പറഞ്ഞ വില്ലേജാണ് ആ കാണുന്നത്, ലപ്പാസ് വില്ലേജ്. ഈ വില്ലേജിൻ്റെ ടോപ്പിലാണ് നമ്മൾ താമസിച്ചത്. നേരത്തെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നില്ലേ ഏറ്റവും മുകളിൽ, അതാണ് അതിൻ്റെ ടോപ്പ്. അതിൻ്റെ മുകളിൽ 2 വീട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ പോവാൻ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നിൽക്കുന്ന റൂമിൽ നിന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ ഇനി 2
2 മണിക്കൂർ ട്രക്കിംഗ് ചെയ്യണം. പക്ഷെ ആ മുകളിലേക്കുള്ള ട്രക്കിങ് പോയാണ്ടല്ലോ ഒന്നും പറയാണ്ടാവില്ല. ഫുൾ ഒരു 1.5 റേഞ്ച് സ്ഥലമാണത്. അത്രയും ടോപ്പ്. ഞാൻ പിന്നെ ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ, അയ്യോ മറന്നുപോയി. ഇങ്ങനെ ഇറങ്ങിയേ കുറച്ച് താഴത്താണുള്ളത്. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ, 1 മിനിറ്റ് ഗൈസ്. നമ്മളെ ഫതിൽ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ നടന്നിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ സൈഡായിക്കണേ, പാവം ബാക്കിൽ ലാപ്ടോപ്പിൻ്റെ ബാഗൊക്കെ തൂക്കിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. തിരിച്ച് മുകളിലോട്ട് പോകുമ്പോൾ ലാപ്ടോപ്പും സാധനങ്ങളൊക്കെ ഫുള്ള് ഓന്തനാണ് ചുമന്നു കൊണ്ടത്. നമ്മളിപ്പോൾ ഏകദേശം വില്ലേജിൻ്റെ അടുത്ത് എത്താനായി. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അടുത്തുള്ള കാര്യമാണ് തോന്നുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്ക് ആ വില്ലേജ് കഴിഞ്ഞിട്ട് ഇനിയും താഴോട്ടൊക്കെ നമുക്ക് പോകാണ്ട്. നിങ്ങൾ ഈ കാണുന്നില്ലേ, മല കാണുന്നില്ലേ, ഈ മലൻ്റെ ഗ്യാപ്പ് അതാ, ആ ഗ്യാപ്പിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങി പോകണം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അയ്യോ ഇറങ്ങി തന്നെ കൊയ്യും. അപ്പോൾ അതിലെ നമ്മളെ റൂം അതൊക്കെയാണ്, ഇവിടുന്ന് കാണാം. റൂം നമ്മൾ കാണിച്ചു തരാം. കാണുന്നുണ്ടോ ആ ഗ്രീൻ കളർ കണ്ടോ? ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഒരു 5 മിനിറ്റ് അല്ല ഒരു 10 മിനിറ്റ് ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കി, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ആ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയി. ആ വ്യൂസിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആ മഞ്ഞ് നേരെ കാണുന്ന ആ മഞ്ഞിലൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സുഖം തന്നെ. പിന്നെ ഇന്നലെ രാത്രി വരുമ്പോൾ തണുപ്പ് എന്ന് പറഞ്ഞാൽ അജാതി തണുപ്പായിരുന്നു. അതായത് സോണവാലിയുള്ള തണുപ്പ്. സിസു ഞങ്ങളൊക്കെ എങ്ങനെയൊക്കെ നടന്നോ, ഉള്ളിൽ 2 ടീഷർട്ട്, പിന്നെ 2 ജാക്കറ്റ്, ഒരു ബ്ലൂ ഒരു വൈറ്റ്, 2 ജീൻസ്, 3 സോക്സ് അതിലോ, പിന്നെ ഒരു സോക്സ് മുറിച്ചിട്ട് മുട്ടുംകാലിലേക്ക് കയറ്റിയിട്ട്. എന്നിട്ടൊന്നും നമുക്ക് തണുപ്പ് അങ്ങോട്ട് സെറ്റാവുന്നില്ല. നല്ല കട്ടിയുള്ള ഗ്ലൗസൊക്കെ വാങ്ങിച്ചിട്ട് നോക്കി. പക്ഷേ ആ ഗ്ലൗസ് പീഡക്കാരൻ നമ്മളെ പറ്റിച്ചതാന്ന് തോന്നുന്നുണ്ട്. അത് വാട്ടർ പ്രൂഫാണ്, തണുക്കൂല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എന്നിട്ടൊന്നും ഒരു കാര്യമില്ല, തണുത്ത് സൈഡായിക്കണേ. ഇതാണ് ലപ്പാസ് വില്ലേജ്. അല്ല ഫതിലോ, ലപ്പാസ് വില്ലേജ് അല്ലേ? ഇവിടെയുള്ള വീടുകളൊക്കെ നല്ല അടിപൊളി വീടുകളാട്ടോ. ഇവിടെ താഴത്ത് കണ്ടില്ല ഗ്രീൻ കളറുള്ള റൂം, അതെന്താ സംഭവം എന്നറിയോ? ഇവരുടെ താഴത്ത് ഫുള്ള് പശുവിനും യാക്ക് അങ്ങനത്തെ സാധനത്തിനൊക്കെ വളർത്തുന്നത് ഇതിൻ്റെ അടിയിലാണ്. പിന്നെ മുകളിലേക്കാണ് ഇവരുടെ റൂമും കിച്ചണും ബാത്റൂം അങ്ങനെ എല്ലാ സെറ്റപ്പൊക്കെ ഇതിന് മുകളിലോട്ട്. താഴത്ത് ഇതേമാതിരി പശുവിനൊക്കെ അതാ കണ്ടില്ലേ, പശുവിനൊക്കെ വളർത്തുന്ന സ്പേസാണ് ഉണ്ടാവുക. നമ്മളവിടെ താഴത്തെ സ്പേസ് ഉണ്ട്, നമ്മൾ റൂമും കൊലായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ ഒരു കാർ പാർക്കിങ് ഇവിടെ നേരെ മറിച്ചാണ്. പിന്നെ ഇതാ ഇതിൻ്റെ ഇടയിലൊരു വീട് കണ്ട നിങ്ങൾ, അടിപൊളി ഒരു 1.5 വീടാണിത്. പിന്നെ അത് നമുക്ക് പഴയ ഒരു ഫുള്ള് വുഡ് കൊണ്ട് ഇടയിൽ വുഡും, പിന്നെ ഈ വുഡിൻ്റെ ഇടയിൽ സിമെൻറ്റൊക്കെ തേച്ചിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ താമസക്കാരൊന്നുമില്ല, താഴത്ത് പശുക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ടെമ്പിളാണുള്ളത്. എന്താ ഉണ്ടോ കുറേ, ഈ വീട് കുറേ പഴക്കമുള്ള വീടാട്ടത്. ഇവിടെയുള്ള വീടൊക്കെ നല്ല അടിപൊളി വീടുകളാണ്. കണ്ടോ
നല്ല ഭംഗിയില്ല ഇത് കാണാൻ, ഫുൾ സെറ്റപ്പിലാണ്. ഫുള്ള് ഗ്രാനൈറ്റും അങ്ങനത്തെ കടുപ്പ അങ്ങനത്തെ സാധനങ്ങളാട്ടോ അവർ ഓടിന് പകരം ഉപയോഗിക്കുന്നത്. കാരണം ഇവർക്കതൊരു വിഷയമല്ല, ഇവിടെ കണ്ടമാനം കിട്ടാണ്ട് ഇഷ്ടംപോലെ സാധനമുണ്ട്. ആ നേരെ കാണുന്നതാണ് കേട്ടോ ഒരു ചെറിയൊരു ടെമ്പിളില്ല അവിടെ. അതൊക്കെ ഇതിലുള്ള വില്ലേജിലുള്ള ടെമ്പിളുകളാണ്, ലപ്പാസ് വില്ലേജിലുള്ള ടെമ്പിൾസ്. ഇവിടെ അതുപോലെ തന്നെ ഇനിയൊരു ടെമ്പിളുണ്ട്, അത് കാണിച്ചു തരാം. അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ അറിയാം, അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഇത് കണ്ടോ പഴയത്, ഫുള്ള് കല്ലും ഗ്രാനൈറ്റ് അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ചെന്നോ ഇതിലൊന്നും ആൾതാമസമില്ല കേട്ടോ. കുറച്ച് നേരമായില്ലേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണേ. ഒരു സാധനം കാണിച്ചു തരാം ഇപ്പം കാണിച്ചു തരാന്ന്. ആ സാധനം ഇതാ കാണിച്ചു തരാം. ഇത് കണ്ടോ സാധനം? പക്ഷേ ഈ സാധനം ഇങ്ങനെയല്ല ഉണ്ടാവുക. ഇത് പൊളിച്ച് ഉണക്കി അല്ലേ, ഇത് ഉണങ്ങണം. ഇനി ഈ സാധനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അക്രോട്ട്. ഇത് ഉണക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് സാധനം എടുക്കൽ, മനസ്സിലായോ? ഇതൊന്ന് ഉണങ്ങിയിട്ട് പൊട്ടും. അപ്പോൾ മറ്റേ കളർ കണ്ടില്ലേ അക്രോട്ടിൻ്റെ, അതാണ് ആ അക്രോട്ടിൻ്റെ മരം. ഈ ഭാഗത്ത് ഫുള്ള് ഇങ്ങനത്തെ മരങ്ങളെല്ലാം. പിന്നെ അതുപോലത്തെ കുറേ എന്തെങ്കിലും ഔഷധ ചെടികളൊക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട്, നമ്മളതൊന്നും കണ്ടിട്ടില്ല. ഏതൊക്കെ ഭാഗത്തെ മലൻ്റെ മുകളിലേക്ക് അങ്ങോട്ടേക്ക്. പിന്നെ ഇതൊരു സ്കൂളാണ് കേട്ടത് ഈ കാണുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഫുള്ള് പൂട്ടിയതാണ്. ഈ സ്കൂളിലത്തെ കഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. മക്കളൊക്കെ പഠിക്കാൻ വരുന്നത് എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും. നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ്സുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ ബസ് ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഏൽപ്പിക്കും, ഇല്ലെങ്കിൽ ബൈക്കിൽ. അതും പറ്റാത്തവരാണെങ്കിൽ സൈക്കിളെങ്കിലും മക്കളെ കൊണ്ടുവരും. പക്ഷെ ഇവിടെ ഉള്ളവരുടെ അവസ്ഥ എന്താണ്? ഒരു ബൈക്കില്ല, ഒന്നില്ലാണ്ട് കിലോമീറ്ററുകളോളം ഇതിൻ്റെ മുകളിലേക്ക് കയറി വരണം. ചെറിയ ബാത്റൂം, ബോയ്സ് ഗേൾസ്. ഐസ് അതിൻ്റെ ഇടയിൽ ഉരുക്കി കിടക്കണുണ്ടോ, മഞ്ഞുണ്ടോ ഐസ് കൊണ്ടെടുക്കണത്. ചെറിയൊരു സ്കൂളാട്ടോ. പിന്നെ ഈ ഏരിയയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാണ്. അതേമാതിരി തന്നെ മണാലി, മണിക്കരനല്ലേ, മണിക്കരൻ, മൊസോള്, ഇതൊക്കെ നല്ല വൃത്തിയാണ്. കാരണം ഈ ഏരിയയിലൊന്നും, ഇതൊക്കെ മലൻ്റെ മുകളിലാണെങ്കിലും ഇവിടെ ആരും പ്ലാസ്റ്റിക് ഇടാൻ സമ്മതിക്കില്ല. അത്രയും കെയറായിട്ടാണ് ആൾക്കാർ നോക്കുന്നത്. എല്ലാ ഏരിയയും എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താണ്ടില്ലേ അക്രോട്ട്, എത്രയാണ് അതിന് മേലുള്ളത്. താഴത്തൊന്നും ആരും വീണെടുക്കുക. അതിൻ്റെ ടൈം ആകുമ്പോൾ ഇതൊക്കെ എടുത്ത് പെറുക്കി ഫുള്ള് സെറ്റാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മളെ മുകളിലത്തെ റൂമിൽ നിന്നാണ് ആ തറ്റത്താണ് കിടക്കുന്നത്. ഞങ്ങളെ റൂമിൽ നിന്നാണ് അങ്ങ് മുകളിലാണ് ഉള്ളത്. അവിടെയുള്ള മൂപ്പരെന്താ 50 കിലോ 100 കിലോ ആപ്പിളൊക്കെ വലിയ കൊട്ടയിലാക്കിയിട്ട് ഒറ്റയ്ക്ക് താഴോട്ടൊക്കെ ഇറങ്ങി പോകും, അതിന് മുകളിലോട്ടൊക്കെ വരും. എന്തായാലും ഇവിടെയുള്ള കുട്ടികളെയൊക്കെ സമ്മതിക്കണം. പക്ഷേ ഇത്രയും റിസ്ക് എടുത്ത് ഈ 3 മണിക്കൂർ ഇതിന് മുകളിൽ എത്തിയാലുണ്ടല്ലോ, നിങ്ങൾ ഈ റിസ്ക് എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകും. കാരണം അത്ര അടിപൊളി എന്ന് പറയാൻ അടിപൊളി പ്ലേസാണത്. ഈ പ്ലേസൊക്കെ നിങ്ങൾ തന്നെ നോക്കിയത്. ഇത് ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനെയുള്ള വീടുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെയുള്ള വീടൊക്കെ എടുക്കണമെങ്കിൽ അപ്പോൾ എത്ര സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ നിന്ന റൂമെന്ന് പറഞ്ഞാൽ മൂപ്പര് ഓരോ ദിവസവും ഈ താഴോട്ട് പോണ സമയത്ത് 1-2 സാധനങ്ങൾ പെറുക്കി മുകളിലേക്ക് കൊണ്ടുപോയി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മുകളിൽ നിന്ന് തന്നെ സെറ്റാക്കും. അങ്ങനെയൊക്കെയാണ് മൂപ്പര് അവിടെ വീടുണ്ടാക്കിയത്. മൂപ്പരെ കണ്ടാൽ ഒരു സാധാരണക്കാരനായിട്ട് തോന്നുള്ളൂ, പക്ഷേ ആൾ നല്ല പൈസക്കാരനാണ്. അപ്പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ മൂപ്പരെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു 5 ആൾക്കാരോ 10 ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്പർ ഞാൻ താഴ്ത്തിടുന്നുണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ട് ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടി വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടുന്ന് വേറെ എവിടെയൊക്കെ പോകാനുള്ള എല്ലാ കറക്റ്റ് സ്ഥലങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. എല്ലാ ഇതും പിന്നെ പൈസയും കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. കാരണം ഓരോ സമയത്ത് ഓരോ ഇതാണല്ലോ. കാരണം നിങ്ങൾക്ക് അറിയണമല്ലോ
വെക്കേഷൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നല്ല എവിടെ ആയാലും നമ്മുടെ നാട്ടിലായാലും വെക്കേഷൻ ടൈം പൊതുവെ എല്ലാ കാര്യത്തിനും റേറ്റ് കൂടും. അപ്പോൾ അവർക്ക് തന്നെ മറ്റുള്ള സാധനങ്ങൾ പുറത്ത് പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ അതും റേറ്റ് കൂടുതൽ കൊടുത്തിട്ട് വേണം അവർക്ക് വാങ്ങാൻ. പിന്നെ നിങ്ങൾക്ക് നാട്ടിലത്തെ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് ഉണ്ടാക്കി തരും. പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്, ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. സ്കൂളിലവിടെ എത്തിയിട്ടുണ്ട്. ഇനി താഴത്തൊരു ടെമ്പിളുണ്ട്. ഓക്കെ, അതിൽ കുറച്ച് വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിച്ചോ? നല്ല അടിപൊളി വെള്ളം ഉണ്ട് കേട്ടോ അതിൽ. നിങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്തോളൂ കേട്ടോ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇവരെല്ലാ സെറ്റും എല്ലാ സംവിധാനങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്തു തരും. ഞങ്ങളോട് പറഞ്ഞില്ലേ, ഈ 40 വയസ്സുള്ള ഞാൻ തന്നെ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന് മേലെ കയറിയെന്ന്. നിങ്ങൾ മുന്നിൽ ഒരാൾ വരുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കി. മൂപ്പര് ഇതിന് മുകളിൽ കയറി ഇറക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ടോ കണ്ടോ ഇവർ കയറി പോകുന്ന നോക്കി. മൂപ്പരൊക്കെ എന്ത് പറയണോ? മൂപ്പര് ആടിനായിട്ട് ഇങ്ങനെ വരാണ്. അച്ഛാ കൈസേ അച്ഛേ മൂപ്പരൊക്കെ കൂളായിട്ടാണ് കയറി പോണത്. ഫുള്ള് ചെമ്മരിയാടാണ് കേട്ടോ. ഇതിനായിട്ട് ഇങ്ങനെ പോവാണ്. അച്ഛാ ആക്കെ അച്ഛാ ഉണ്ടോ? മൂപ്പരൊക്കെ കയറി പോകുന്നതുണ്ടോ എന്ത് കൂളായിട്ട്. നമ്മളിത്ര കഷ്ടപ്പെട്ടിട്ടാണ് പോണത്. മൂപ്പര് നോക്കാടേ നമ്മളെന്താ കാട്ടണമെന്ന്. കണ്ടോ? അതും ശരിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്തൊരു പ്രായമുള്ള മനുഷ്യനാട്ടോ. വല്ലായി സമ്മതിക്കണം. അവരൊക്കെ ചിലപ്പോൾ അവരങ്ങനത്തെ ഫുഡും കാര്യങ്ങളും, പിന്നെ അത് മാത്രമല്ല ചെറുപ്പം മുതലേ ഇവിടെ ഉള്ളത് അങ്ങനെ നടക്കണ്. നമ്മളെ കാണ്ടിലൊരിക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കിതച്ച് പണിയാവും. ഞാനൊക്കെ ഇന്നലെ നടക്കുമ്പോഴേ നാവ് വരെ നീട്ടി പുറത്താടിപ്പോയി. നാവൊക്കെ നീട്ടി ഇങ്ങനെ കുത്തിരിക്കുന്നു. അത്രയും ടയർഡെന്ന് പറഞ്ഞാൽ അത്രയും ടയർഡ്. പക്ഷേ ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ ഇതിൻ്റെ എല്ലാം മറന്നു പോയിട്ടോ സംഭവം. നമ്മളങ്ങനെ ലപ്പാസ് വില്ലേജിൽ നിന്ന് കുറച്ച് താഴോട്ടെത്തി. ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു ടെമ്പിളിൻ്റെ മുന്നിലാണുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇതാണ് ടെമ്പിള്. ഈ ടെമ്പിളിന് വർഷത്തിൽ ഇപ്പോൾ മുകളിൽ നേരത്തെ ഒരു ചെറിയ ടെമ്പിൾ കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ ആ ടെമ്പിളിലുള്ള ആളുകളും ഇവിടെ അതേപോലെ താഴത്തുള്ള ടെമ്പിളിലെ ആളുകളും ഈ ടെമ്പിളിലേക്കാണ് വരിക. ഇവിടെ വന്നിട്ട് വർഷത്തിലൊരു 10 ദിവസം ഇവിടെ ഭയങ്കര ഉത്സവമായിരിക്കും ഉണ്ടാവുക. ഉത്സവം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഉത്സവമാണ് ഉണ്ടാവുക. എല്ലാ താഴത്തുള്ളവരും മുകളിലുള്ളവരും എല്ലാവരും ഇവിടെയാണ് ഒന്ന് ചേർന്നിട്ട് ഭയങ്കര ഒരു വലിയൊരു ഉത്സവം തന്നെയാണല്ലോ ഇവിടെ ഇവരെല്ലാവരും ആഘോഷിക്കൽ. അതും 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം താഴത്തുള്ളവരും മുകളിലോട്ടേക്ക് വരും. അതായത് മുകളിലുള്ളവർ ഈ അമ്പലത്തിലേക്ക് വരും. ഈ അമ്പലത്തിൻ്റെ വേറൊരു ഭാഗമാണിത്, ഈ നേരെ കാണുന്നത്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെയാണ് ഒരു 5 മിനിറ്റ് ഇരുന്നത് തന്നെ. ഇപ്പം ഇവിടെ അടിച്ചെടുക്കുക. ഇന്നലെ ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നു, അവിടെ പൂട്ടി കിടക്കാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ കാണാൻ പറ്റില്ല. ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളാണ്. ഫുള്ള് ഗ്രാനൈറ്റിനുള്ള ഓടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഓട് ഇഷ്ടം പോലെ കിട്ടാണ്. ഇവിടെ ഓടിന് പോലെ ഫുള്ള് ഗ്രാനൈറ്റ് ഇഷ്ടം പോലെ കിട്ടാനുള്ളതുകൊണ്ട് ഫുള്ള് ഗ്രാനൈറ്റ് ഇടുന്നത് അല്ലേ. അപ്പോൾ അതിലോ അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ നിന്ന് ഇപ്പോൾ കുറച്ചേ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് തന്നെ കണ്ടില്ലേ ഇതിൻ്റെ വ്യൂ. അപ്പോൾ ഞാനിനി നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടാവും ഇവിടുത്തെ വ്യൂ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലമാണ് ആ മുകളിലുള്ള മഞ്ഞതാ ഏറ്റവും ടോപ്പിലുള്ള. സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ടോപ്പിലുള്ള മഞ്ഞ് അതിൻ്റെ കുറച്ച് താഴത്തു നിന്നാണ് നമ്മൾ വന്നത്. ഇപ്പോൾ ഇതാ നമ്മളിവിടെ എത്തി. നമുക്ക് ഇനിയും പോകാനിതാ ഈ മലേൻ്റെ ഗ്യാപ്പ് അതാ ആ അക്രോട്ടിന് മരം ഉണ്ടല്ലോ,
ആ അക്രോട്ടിന് മരത്തിൻ്റെ താഴത്തെത്തണം. താഴത്തിന് അതിന് നേരെ മരത്തിൻ്റെ ചോട്ടിലല്ല പറഞ്ഞാൽ അങ്ങ് താഴോട്ടേക്കാണ് വഴിയുള്ളത്. അപ്പോൾ വന്ന് അത്രയും ദൂരം തന്നെ നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങാനുണ്ട്. കഴിച്ചാൽ പ്രായമുള്ള പെണ്ണുങ്ങൾ പോകണണ്ടില്ലേ, എന്ത് കൂളായിട്ടാണ് കയറി പോണത്. അവർക്കൊരു പ്രശ്നമില്ല. ആ സ്ഥലം കണ്ടോ ഗൈസ്, ആ അരുവി കണ്ടോ. നമുക്ക് അവിടെ എത്തണം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു റോഡ് വരുന്നുണ്ട്, ഈ സൈഡിലേക്കൊരു റോഡ് വരുന്നുണ്ട്. അതിലെ വന്നിട്ടാണ് അവിടെയാണ് നമ്മളെ ബൈക്കൊക്കെ കിടക്കുന്നത്. പക്ഷേ ഈ സംഭവം ഇത് കാണുന്ന മാതിരി ഒന്നല്ല കേട്ടോ. സംഭവം നോക്കുമ്പോൾ അങ്ങനെ അടുത്താണ്, പക്ഷെ കുറച്ചൊന്നുമല്ല താഴോട്ട് പോകാനുള്ളത്. താഴത്ത് പോയിട്ട് ബൈക്ക് എടുക്കണം. എന്നാൽ അതുപോലെ വേറെ 2 സ്ഥലത്തും കൂടിയും പോകാനുണ്ട്. അത്ര തന്നെ. നമ്മളങ്ങനെ നമ്മൾ കയറിയ സ്ഥലത്ത് എത്തിയിട്ടോ. അതന്നെ സ്റ്റാർട്ടിങ് പോയിന്റ്. അതാ ഞങ്ങൾ ബൈക്ക് അവിടെ നിർത്തിയിട്ടിരിക്കണേ. ബുള്ളറ്റ് 3 ബുള്ളറ്റും നമ്മളെ സെഞ്ചുറോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്ഥലം എങ്ങോട്ടാ കാണിച്ചതെന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് ഗുരുദ്വാര ഈ സ്ഥലത്തിൻ്റെ പേരല്ലേ? അതല്ല, മണികരയിൽ നിന്ന് കുറച്ച് മുകളിലോട്ടാണ് പോകേണ്ടത്. പക്ഷെ നമ്മൾ കയറിയ ലൊക്കേഷന് ഇവിടുന്ന് ഇപ്പം നിങ്ങൾക്ക് മുകളിലേക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നോക്കട്ടെ. ആ കാണുന്ന മഞ്ഞതാ നേരെ ആ മഞ്ഞ ഉണ്ടോ? ആ മഞ്ഞിൻ്റെ കുറച്ച് സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത്, ആ മുകളിൽ നിന്ന്. അപ്പോൾ അത്രയും ഹൈറ്റുള്ള ഏരിയ ആണ് നമ്മളിപ്പോൾ ഇന്നലെ രാത്രി കയറിയത്. 3 മണിക്കൂർ ട്രക്കിങ് ചെയ്തിട്ട്. അല്ലേ ഫതലോ? 3 മണിക്കൂർ ട്രക്കിങ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ മുകളിലെത്തിയത് ഇന്നലെ രാത്രി. ഇപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഏകദേശം തന്നെ 2 മണിക്കൂറിന് മുകളിലോട്ടായി താഴത്തെത്താൻ. പിന്നെതാ നമ്മൾ ബൈക്ക് അവിടെ ഉണ്ട്. അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് നേരെ നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് നേരെ പോകണം. അവിടെ ഒരു 1-2 സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇത് കണ്ടോ, മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് പൈപ്പ് ഇട്ട് വെച്ചിട്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചുടുവെള്ളം എടുക്കുകയാണ്. ആ പൈപ്പ് കൂടി കണ്ടില്ലേ ചുടുവെള്ളം വരുന്നത്? ഇവിടുന്ന് ഇങ്ങനെ നീളങ്ങനെ ഫുള്ള് പൈപ്പ് ഇട്ടിരിക്കണേ. അപ്പോൾ ഗൈസ്, ഇതാണ് ഗുരുദ്വാര ടെമ്പിൾ. മണിക്കരയിലുള്ള ഗുരുദ്വാര ടെമ്പിൾ ഇതാണ് കേട്ടോ. ആ കാണുന്നത് അതാ, അതിലല്ല ആ കുളത്തിലെല്ലാം ഫുള്ള് ഹോട്ട് വാട്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 1-2 സ്ഥലത്ത് ഹോട്ട് വാട്ടർ ഉണ്ട്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനുള്ള ബ്രിഡ്ജാണ് കണ്ടോ. പിന്നത്തെ വരുന്നത് ഫുള്ള് ഹോട്ട് വാട്ടറാണ്. അതുപോലെ ലാസ്റ്റിലുള്ള ഒന്ന് എന്താണെന്നല്ല, ദൈവത്തിൻ്റെ ഒരു കഴിവാണത്. കണ്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും നല്ല ഐസ് പോലത്തെ വെള്ളം ഇതിലെ വരുന്നത്. ആ ഗ്യാപ്പ് കൂടെ അത് ഭൂമിൻ്റെ ഏതോ ഒരു ഭാഗത്തു കൂടിയാണ് ആ ചൂടുള്ള വെള്ളം വരുന്നത്. അതിൽ നമുക്ക് കുടിക്കാനൊന്നും കഴിയൂല. കുടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അതിൽ കുടിക്കാനൊന്നും പറ്റില്ല കേട്ടോ.
അപ്പുറത്തെ സൈഡിൽ കുളിക്കാനുള്ള സംവിധാനമുണ്ട്. ഒരു ഭാഗത്തുള്ള തണുത്ത വെള്ളം വരും. ആ തണുത്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കുക, ഇതും കൂടി മിക്സ് ആക്കിയിട്ട് വേണം കുളിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ മേലൊക്കെ പൊള്ളി പോയി. കാരണം അത്രയും ഹൈ ലെവലുള്ള ടെമ്പറേച്ചറാണ് ഇവിടെ ഉള്ളത്. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ, നല്ല അടിപൊളി ടെമ്പിളാണ്. ഫുൾ വൈറ്റ്, അതിൻ്റെ ഇടയിൽ റെഡ് കളറിൽ പെയിൻറ്റിങ്. അവിടെ 2 പേര് കുളിക്കുന്നുണ്ട് കേട്ടോ, 2 ജെൻസ് കുളിക്കുന്നുണ്ട്. ആ കുളത്തിൽ കുടിവെള്ളമാണ്. പിന്നെ ഈ ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത് തന്നെ, നിൽക്കുന്നത് തന്നെ ഫുള്ള് പാറൻ്റെ മുകളിലാണ്. ഈ പാറിൻ്റെ ഇടയിൽ ഫുള്ള് പൊതിച്ച് ഇവിടുന്ന് പില്ലർ കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെയാണ്, ഇവിടുന്ന് മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ലൊക്കേഷനാണ്. എന്ത് രസമാണ് ആ നേരെ കാണുന്ന വീടുകളൊക്കെ, നല്ല വൃത്തിയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ? കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് തന്നെ ഭയങ്കരമായിട്ടാണ് ഉള്ളത്. എന്താ എന്ത് ഭംഗിയാണ് അവിടെയുള്ള വീടുകളൊക്കെ നോക്കി. പിന്നെ അതുമാത്രമല്ല, ഇവിടെയുള്ള ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, ഈ ഗുരുദ്വാറുള്ള ഓഫീസിൽ പോയി കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യം അതുമാത്രമല്ല, ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം തരും. താമസിക്കാനെന്ന് പറഞ്ഞാൽ 1 ദിവസമേ തരുള്ളൂ കേട്ടോ. അത് നമ്മളിവിടെ ഓഫീസിൽ പോയിട്ട് നമ്മൾ ആധാർ കാർഡ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അവർ റൂം ഇപ്പോൾ നിങ്ങൾ 2 ആളാണ് അല്ലെങ്കിൽ 3 ആളെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ റൂം തരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഹാളായിരിക്കും തരാം. പിന്നെ അതുമാത്രമല്ല, ഭക്ഷണമൊക്കെ ഫ്രീ ആണ്. പിന്നെ നിങ്ങൾക്ക് 2 ദിവസം കൂടി നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിർത്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ ഇവിടുന്ന് ഇപ്പോൾ പറഞ്ഞ് കേട്ടത്. ഓക്കെ, അങ്ങനെ ലപ്പാസ് വില്ലേജ്, ഗുരുദ്വാർ ടെമ്പിൾ ഇതെല്ലാം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി കസൂളിലെ ബേർഡ് സാങ്ച്വറി കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ പോകാൻ കഴിഞ്ഞില്ല, ലേറ്റായിപ്പോയി. അപ്പം ഇന്നത്തെ അടുത്തത് നാട്ടിലേക്കുള്ള യാത്ര, അടുത്തത് ഇനി നാട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അയക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക.